മെക്കാനിക്കൽ എലിഫൻറ്റ്. ഈ എലിഫൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആനയെ പോലെ തന്നെ ചെവിയാട്ടും വാലാട്ടും കണ്ണ് വർക്കിംഗ് ആണ്, അതുപോലെ തുമ്പിക്കൈ പൊക്കും. അങ്ങനെ ഒരു ആനയുടേതായ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഞങ്ങൾ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഒരു ആന ഇപ്പോൾ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ എന്തെങ്കിലും ആയാലും നമ്മൾ ആനനെ കൊണ്ടുവരുന്ന ഒരു ചിലവുണ്ട്. അത് കഴിഞ്ഞ് ആന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് വേറൊരു ചിലവാണ്. പിന്നെ ആൾക്കാരുടെ ജീവന് ഒക്കെ അത് വേറൊരു സംഭവം. ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് ഇരിക്കാം, ഫോട്ടോ എടുക്കാം, ആ പിള്ളേരെ കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം. എല്ലാവർക്കും വളരെ ക്യൂട്ടായിരിക്കും. എല്ലാവർക്കും പേടിക്കാണ്ട് വന്ന് ആനയുടെ അടുത്ത് നിൽക്കാം. അതാണ് നമ്മുടെ ആനയുടെ ഏറ്റവും വലിയ ഗുണം. വേറൊരു പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് ആനേനെ നടയിരുത്തി റോബോട്ടിക് എലിഫൻറ്റിനെ നടയിരുത്തിയത് തൃശ്ശൂർ ജില്ലയിലുള്ള ഇരിഞ്ഞാലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്നത് പീറ്റ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു 5 ക്ഷേത്രത്തിലേക്കോളം ആനേനെ നടയിരുത്തൽ ചടങ്ങായി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 3ാമത്തെ ആനയാണ് നടയിരുത്തൽ. ഇതുകൂടാതെ തമിഴ്നാട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ സുട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആനനെ ആദ്യമായിട്ട് നടയിരുത്തിയിട്ടുണ്ട്. ആന എഴുന്നള്ളത്തിന് കർശന മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നത് കഴിഞ്ഞിടെയാണ്. ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ ദൂരം വേണമെന്നും ഇടയിൽ ബാരിക്കേഡ് വേണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കും എന്നോർത്ത് ആനപ്രേമികൾ നിരാശപ്പെടുകയൊന്നും വേണ്ട. ഇടയാത്ത, ചെവിയും കണ്ണുമനക്കുന്ന, തുമ്പിക്കൈയിൽ വെള്ളം ചീറ്റുന്ന, പനമ്പട്ടയോ ശർക്കരയോ എന്ന് വേണ്ട ഒരു ഭക്ഷ്യവസ്തുക്കളും കഴിക്കാത്ത നല്ല തലയെടുപ്പുള്ള കൊമ്പനെടുത്തൻ കണ്ണൂർ എടയാർ വടക്കുംപാട് ശിവക്ഷേത്രത്തിലുണ്ട്. എൻ്റെ പേര് സാൻഡോ, ഇത് ജിനേഷ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് കണ്ണൂർ എടയാർ ശ്രീ വടക്കുംപാട് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് വന്നേക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോർഹി ആർട്സ് എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിക് എലിഫൻറ്റ്, മെക്കാനിക്കൽ എലിഫൻറ്റിനെ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ജോലി. അതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ പീറ്റ എന്ന് പറഞ്ഞ സംഘടന ഈ വിഷ്ണു ക്ഷേത്രത്തിലേക്ക്, എടയാർ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്പോൺസറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഈ ഒരു എലിഫൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ എലിഫൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിലും ഉത്സവത്തിനും ആനയെ എഴുന്നള്ളിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പുതിയ ആശയം വന്നേക്കുന്നതാണ് മെക്കാനിക്കൽ എലിഫൻറ്റ്. ഈ എലിഫൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആനയെ പോലെ തന്നെ ചെവിയാട്ടും വാലാട്ടും കണ്ണ് വർക്കിംഗ് ആണ്, അതുപോലെ തുമ്പിക്കൈ പൊക്കും. അങ്ങനെ ഒരു ആനയുടേതായ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഞങ്ങൾ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ 4 കൂട്ടുകാരന്മാർ കൂടി ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും. അതായത് എനക്കുള്ള വർക്കുകൾ ഉത്സവങ്ങൾക്കൊക്കെ റെൻറ്റിന് വിടാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തതാണ് ഒരു ആന, ഒരു ചെറിയൊരു കുട്ടിയാന. അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയും എല്ലാവരിലേക്കും വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വലിയൊരു ആന ചെയ്യാം എന്നൊരു ആശയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഇതൊരു വലിയൊരു സംഭവമായിട്ടൊരു കമ്പനിയായിട്ട് ഞങ്ങൾ രൂപീകരിച്ചത്. ഇതിപ്പോൾ എത്ര ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആനയെ കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു 5 ക്ഷേത്രത്തിലേക്കോളം ആനനെ നടയിരുത്തൽ ചടങ്ങായി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 3ാമത്തെ ആനയാണ് നടയിരുത്തൽ. ഇതുകൂടാതെ തമിഴ്നാട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ സുട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആനനെ ആദ്യമായിട്ട് നടയിരുത്തിയിട്ടുണ്ട്. ആനനെ നടയിരുത്തി റോബോട്ടിക് എലിഫൻറ്റിനെ നടയിരുത്തിയത് തൃശ്ശൂർ ജില്ലയിലുള്ള ഇരിഞ്ഞാലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്നത് പീറ്റ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇവിടെ ഇപ്പോൾ ആകെ ഒരു ആനയുള്ളൂ. നമ്മൾ 3 ആനനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ ഹൈറ്റിലും തലപ്പൊക്കം അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലൊക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യാറ്. നമ്മൾ അവരാവശ്യം പറയുന്നത് പോലെ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും.
ഞങ്ങൾ ഇത് കൂടാതെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കും ആനനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായിൽ ഒരു 2 വർഷം മുമ്പ് പൂരം നടത്തിയത് 3 ആനയുടെ പൂരം ഞങ്ങളാണ് ആ 3 ആനനും ചെയ്തു കൊടുത്തത്. സിംഗപ്പൂരുണ്ടായിരുന്നു, അതിൽ 2 ആനയുടെ പൂരം ഞങ്ങൾ തന്നെയാണ് അവിടെ ആ ആനന് കൊടുത്തത്. ഇതുകൂടാതെ അമേരിക്ക, കാനഡ, സ്പെയിൻ പിന്നെ എന്നുള്ള ഒരുവിധം രാജ്യങ്ങളിലേക്ക് നമ്മൾ ആനനെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ ആന ശരിക്കും പറഞ്ഞ് നിർമ്മിക്കാൻ എന്തൊക്കെ കോമ്പണൻസ് ആണ് ആവശ്യം? ഇതെങ്ങനെയാണ് ഈ സംഭവം നിർമ്മിക്കുന്നത്? എങ്ങനെയാണ്? സാധാരണ നമുക്ക് ഫൈബറിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഫൈബറിലും ചെയ്യും, ഇതിൽ മറ്റേ ഇരുമ്പിലും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫൈബറിലാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ, ചെവി, ടൈല്, തുമ്പിക്കൈ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ റബ്ബറൈസറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ മോട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. 12 വോൾട്ട് 24 വോൾട്ടിൻ്റെ മോട്ടറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആനയെ ചെയ്തെടുക്കണേ ഒരു എത്ര ദിവസം വേണ്ടി വരും ശരിക്കും? 10 ദിവസം തുടങ്ങിയ 14-15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ആനനെ ചെയ്ത് കഴിയും. ആനയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? അതാണ് ഞാൻ ചോദിച്ചത്. റിമോട്ടല്ല, സാധാ നോർമൽ നമ്മുടെ സാധാ AC കറണ്ടാണ്. പിന്നെ ഉള്ളിൽ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ്. റിമോട്ടിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ അതുപോലെ ചെയ്ത് കൊടുക്കും. കാരണം അപ്പോൾ ഓരോന്നും ഓരോ മോഡലിന് ഓരോ റേറ്റാണ്. ഇതിൻ്റെ ഒരു പരിപാലനമൊക്കെ എങ്ങനെയാണ് ശരിക്കും? ഇതിൻ്റെ സർവീസിംഗ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും? സർവീസിങ് ഇപ്പോൾ നോർമലി നമ്മൾ കൊടുക്കണ ഒരു എലിഫൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു വർഷം വരെ നമ്മൾ ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആകെ അതിന് നമ്മൾ പറഞ്ഞ ചിലവ് എന്ന് പറയുന്നത് ട്രാവൽ എക്സ്പെൻസ് മാത്രം പാർട്ടിക്ക് കൊടുക്കും. ബാക്കിയുള്ള സാധനങ്ങളായാലും എന്തായാലും നമ്മൾ മാറിക്കൊടുക്കും. കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ വന്ന് തന്നെ ചെയ്ത് മാറ്റി കൊടുക്കും. ഒരു ആനയ്ക്ക് ഏതാണ്ട് ഒരു വലിയൊരു ആനയ്ക്ക് ഏതാണ്ട് ഒരു എത്ര രൂപ ചിലവ് വരും സാർ? അത് നമ്മൾ നോർമലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഓപ്ഷൻ അനുസരിച്ചാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ബേസ് മോഡൽ നമ്മൾ 3 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം വരെ 6 ലക്ഷം രൂപയുടെ ആനകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ റിമോട്ടിലൊക്കെ വരുമ്പോൾ 6 ലക്ഷം രൂപയും വരും. ഇത് മറ്റുള്ള ആനയെ അപേക്ഷിച്ച് ഇതിന് പട്ട വേണ്ട, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇടയില്ലല്ലേ? ഇടയില്ല, സേഫ്റ്റി. സാധാരണ നമുക്കിപ്പോൾ ഒരു ആന ഇപ്പോൾ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ എന്തെങ്കിലും ആയാലും നമ്മൾ ആനനെ കൊണ്ടുവരുന്ന ഒരു ചിലവുണ്ട്. അത് കഴിഞ്ഞ് ആന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് വേറൊരു ചിലവാണ്. പിന്നെ ആൾക്കാരുടെ ജീവന് ഒക്കെ അത് വേറൊരു സംഭവം. ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് ഇരിക്കാം, ഫോട്ടോ എടുക്കാം, ആ പിള്ളേരെ കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം. എല്ലാവർക്കും വളരെ ക്യൂട്ടായിരിക്കും. എല്ലാവർക്കും പേടിക്കാണ്ട് വന്ന് ആന എടുത്ത് നിൽക്കാം. അതാണ് നമ്മുടെ ആനയുടെ ഏറ്റവും വലിയ ഗുണം. വേറൊരു പ്രശ്നങ്ങളില്ല. സാധാരണ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം ശരിക്കും ഞങ്ങൾ ദുബായിൽ ആദ്യം ഒരു പൂരം നടത്തിയാണ്. അവിടെയാണ് ശരിക്കും വൈറലായതും ഞങ്ങൾക്ക് കുറേ വർക്കുകൾ കിട്ടിയതും ഈ ദുബായ് പൂരം ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ്, ഒരു മാസം ഒരു 4-5 ആനൊക്കെ നമുക്കൊരു മാസം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്.